നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരായിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കാളിദാസൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശ്വപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് കാളിദാസൻ. കാളിദാസന്റെ ജന്മദേശം എവിടെയാണ്? കാളിദാസന്റെ ജന്മദേശം എവിടെയാണ്? ഉജ്ജയിനി, മധ്യപ്രദേശ്. ബർത്ത് പ്ലേസ് ഓഫ് കാളിദാസ. ആൻസർ ഉജ്ജയിനി, മധ്യപ്രദേശ്. ഉജ്ജയിനി മഹാകാലേശ്വർ ടെമ്പിൾ, അത് വളരെ ഫേമസ് ആയ ടെമ്പിളാണ്. അതുപോലെ ഉജ്ജയിനി മഹാഭദ്രകാളി ടെമ്പിൾ, അതും വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അതുപോലെ ഇദ്ദേഹം ആരുടെ സദസ്സിലെ അംഗമായിരുന്നു? കാളിദാസൻ ആരുടെ? വിക്രമാദിത്യ സദസ്സിലെ ഒരു അംഗമായിരുന്നു. ആര്? കാളിദാസ ഇസ് എ ക്വൈറ്റ് മെമ്പർ ഓഫ് എംപറർ വിക്രമാദിത്യ. വിക്രമാദിത്യ ചക്രവർത്തി സദസ്സിലെ അംഗമായിരുന്നു ആര്? കാളിദാസൻ. അതുപോലെ കാളിദാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാളിദാസന്റെ വിശ്വവിഖ്യാതമായ നാടകമാണിത്, അഭിജ്ഞാന ശാകുന്തളം. വേൾഡ് ഫേമസ് ഡ്രാമ ഓഫ് കാളിദാസ. ആൻസർ അഭിജ്ഞാന ശാകുന്തളം. അതർ ബുക്സ് ഓഫ് കാളിദാസന്റെ മറ്റു ബുക്കുകളൊക്കെയാണ് വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, കുമാരസംഭവം, മേഘസന്ദേശം എക്സെട്ര. മേഘസന്ദേശം, കുമാരസംഭവം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം ആർ ദ ബുക്സ് ഓഫ് കാളിദാസ. അതുപോലെ പറയുകയാണ്, കാളിദാസനെ കുറിച്ച് പറയുകയാണ്, കാളിദാസൻ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കാളിദാസ ഈസ് നോൺ ആസ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നവരാണ് കാളിദാസനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ശകവർഷം ആരംഭിച്ചതാരാണ്? കനിഷ്കരാണ് ശകവർഷം ആരംഭിച്ചത്. നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ശകവർഷം. അതുപോലെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നവരാണ്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്ത ഈസ് നോൺ ആസ് ഇന്ത്യൻ നെപ്പോളിയൻ.